സിനിമയാണ് വീരധീരസുരൻ. നമ്മൾ ഈ പൈസ കൊടുത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പടം കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്ന സിനിമ തന്നെയാണ് വീരധീരസുരൻ. SU അരുൺകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ചിത്തയുടെ ഒക്കെ ഡയറക്ടർ. അപ്പോൾ പുള്ളിയുടെ ഒരു അപ്രോച്ച് അറിയാമല്ലോ, പുള്ളി ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് കോമൺലി പിടിക്കാറുള്ളത്. പുള്ളി സേതുപതിയൊക്കെ ചെയ്തിട്ടുണ്ട്, വിജയ് സേതുപതിയുടെ സിനിമ. അതൊരു മാസ് ടൈപ്പ് മൂവിയാണ്, എന്നാൽ പോലും പുള്ളിയുടെ മെയിൻലി ഉള്ളൊരു റിയലിസ്റ്റിക് അപ്രോച്ചാണ്. സോ ഈ സിനിമ ആ ഒരു രീതിയിൽ തന്നെയാണ്, പക്ഷേ ഇതിനൊരു മാസ് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണ്. സോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എൻറ്റയർലി ഒരു വൺ ഡേ നടക്കുന്നൊരു സംഭവമാണ്. അതായത് ഒരു നൈറ്റിൽ നടക്കുന്ന ഇൻസിഡന്റും പിന്നെ അതിനെ തുടർന്ന് പോകുന്നതാണ് ഇതിന്റെ കഥാഗതി. സോ അത് ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്. കാരണം എസ്പെഷ്യലി പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. കാരണം തേനീശ്വർ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്താക്കുന്നത്. കാരണം ഇത് എൻറ്റയർലി ഇവിടെ ഒരു 95% എൻറ്റയർലി നൈറ്റിലാണ് ഈ സിനിമ. സോ അത് എടുത്തു വെച്ചിരുന്ന ഗംഭീരമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ പടത്തിന്റെ കാര്യം, ഇതിന്റെ BGM. ഞാൻ ലാസ്റ്റ് ഡേ എമ്പുരാൻ കണ്ടപ്പോൾ പറഞ്ഞാണ് BGM ഒരു പടത്തിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് GV പ്രകാശാണ് ഇതിന്റെ BGM ചെയ്തിരിക്കുന്നത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞ ഒരു റിയലിസ്റ്റിക് ടൈപ്പ് മൂവിയാണ്. സോ ഇതിനകത്ത് കുറച്ച് മാസ് എലമെന്റ്സും കൂടെ മിക്സ് ചെയ്ത രീതിയാണ് ഈ പടം പോകുന്നത്. അപ്പം കുറച്ച് സീൻസ് ഉള്ള ഒരു മാസ് രീതി എന്ന് പറഞ്ഞാൽ കുറെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് റിയലിസ്റ്റിക് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്, പക്ഷേ ഒരു മാസ് എലമെന്റ് അതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്, അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി അതൊരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട് വിക്രത്തിന്റെ. ആ ടൈമിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുകൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബമ്പ് ഉണ്ട്, കിഡിലായിട്ട് ആ സീൻ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ കുറച്ചൊരു മാസ് എലമെന്റ്സ് ഉള്ളൂ, കൂടുതലും ബിൽഡപ്പാണ്. ഈ സിനിമയ്ക്ക് ഭയങ്കര ബിൽഡപ്പാണ്. നമ്മൾ ഈ ഓരോ സീക്വൻസ് ആകുമ്പോൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുവാണ്. അത് ഈ കൊടുക്കുന്ന ബിൽഡപ്പിന് അവസാനം വരുമ്പോൾ നമുക്കൊരു ഇമ്പാക്ട് കിട്ടുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ GV പ്രകാശ് ഗംഭീരമായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടോട്ടലി ഒരു നല്ലൊരു മൂവിയാണ്. ഇതിന്റെ ഒരു ഏകദേശം 3 അവർ ഈ സിനിമയുണ്ട്. എന്നാൽ പോലും 3 അവർ ഉണ്ടല്ലോ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു നമുക്കൊരു ഇത് തോന്നും, ഇത്ര നേരം വേണമായിരുന്നു എന്നൊരു തോന്നൽ തോന്നും. പക്ഷെ അതൊരിക്കലും മടുപ്പിക്കില്ല നമ്മളെ, കാരണം എൻഗേജിംഗ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ റിയലിസ്റ്റിക് അപ്രോച്ച് ആണെങ്കിൽ പോലും കാര്യങ്ങളൊരു കഥയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊരു എൻഗേജിങ് രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ കുറച്ചുകൂടി ഡ്യൂറേഷൻ കട്ട് ചെയ്യുക കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നി, പക്ഷേ മോശമായിട്ടില്ല ഒന്നും. സോ പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്തെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വിക്രമാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അതേപോലെ SJ സൂര്യ ഉണ്ട്, പിന്നെ നമ്മുടെ സുരാജേട്ടനുണ്ട്. സുരാജേട്ടൻ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ട്, ഒരു ജസ്റ്റ് ഒരു ക്യാമറ റോൾ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഗസ്റ്റ് റോൾ ആയിട്ടൊന്നുമല്ല, ത്രൂ ഔട്ട് ഈ മൂവിയിലുണ്ട്. പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ SJ സൂര്യ, പുള്ളിയുടെ അറിയാമല്ലോ എല്ലാ പടത്തിലും പുള്ളി. പിന്നെ ഒരു വ്യത്യാസം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ പടത്തിലും പുള്ളി ഒരു അലറി അഭിനയിച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് റോളാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് വ്യത്യാസം, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ വിക്രം, പുള്ളി ഗംഭീരമായിട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ കൊടുത്തിട്ടുണ്ട്. ഒരു കിടിലൊരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഒരു ഭയങ്കര രസമുള്ള സാധനമാണ്. ഭയങ്കര സൈലന്റ് ആയിട്ട് ഒത്തിരി ഒരു ഇതില്ലാത്തൊരു ടൈപ്പ് റോളാണ് പുള്ളി. അത് ഗംഭീരമായിട്ട് പുള്ളി പിടിച്ചു ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഒരു അടിപൊളി ചിത്രം തന്നെയാണ് വീരധീരസുരൻ. ഒരു നമുക്ക് തിയേറ്ററിൽ പോയി നൈസായിട്ട് ഇന്ന് കണ്ടുകൊണ്ട് സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ചിത്രം. പിന്നെ കുറച്ച് മാസ് എലമെന്റ്സും കുറച്ച് സാധനങ്ങളും ഉണ്ട്, അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആകുമ്പോൾ ആ സീൻസിനെയൊക്കെ നല്ലപോലെ എലിവേറ്റ് ചെയ്ത് നമുക്കൊരു കിടിലൻ ഇമ്പാക്ട് തരുന്നുണ്ട്. സോ ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ, നല്ലൊരു ചിത്രം തന്നെ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിക്രത്തിനെ കുറിച്ചാണ്. അതായത് ഒരു ഗംഭീര ആക്ടാണ് അദ്ദേഹം. കാരണം നമുക്കറിയാം ഏത് റോളും, ഇപ്പം ഈവൺ ഇമോഷണൽ സീൻസോ അല്ലെങ്കിൽ മാസ് സീൻസോ ഒരു സ്റ്റൈലിഷ് റോളോ ഏത് റോളും എടുത്താലും 100% ഔട്ട്പുട്ടിൽ തരുന്ന മനുഷ്യനാണ് വിക്രം. പക്ഷേ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ഏറ്റവും വലിയ പരാജയം. കാരണം നമുക്കറിയാം ഈ ലാസ്റ്റ് പുള്ളി നല്ലവണ്ണം വന്നു എന്ന് പറഞ്ഞാൽ മഹാൻ എന്ന് പറഞ്ഞാൽ കാർത്തിക് സുബ്രാജിന്റെ ചിത്രമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം ഈ പടമാണ് ഒരു ബെറ്റർ മൂവി വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിരളിൽ എണ്ണാൻ അത്ര നല്ല പടങ്ങളുള്ളൂ. കാരണം അത്രയ്ക്കൊരു കാലിബർ അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഓഡിയൻസിന് ഡെലിവറി ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് വിക്രം. ബട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത്രത്തോളം ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പുള്ളി ഏതൊരു റേഞ്ചിൽ പോണ്ട ഒരു മനുഷ്യനാണെന്ന് അറിയാം. ഇപ്പം പുള്ളിക്ക് കിട്ടേണ്ട ഇതൊന്നുമല്ല, പുള്ളിയുടെ സ്റ്റാർഡെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഹെവി ലെവലിൽ പോകണ്ടേ. പക്ഷെ പുള്ളിക്ക് അതിനുള്ള ഇത് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. കാരണം പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ കുഴപ്പം. പക്ഷേ ഏത് റേഞ്ചിലും ഏത് ക്യാരക്ടറും പിടിച്ചതിന് കഴിവുള്ള മനുഷ്യനാണ്. സോ ഇനിയെങ്കിലും പുള്ളി ഇങ്ങനത്തെ രീതിയിലുള്ള നല്ല പടങ്ങൾ തന്നെ ചൂസ് ചെയ്ത് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ എൻ്റയർലി ദിസ് മൂവി ഈസ് ലൈക്ക് എ ഗുഡ് ഡീസൻറ്റ് വാച്ച് മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ എന്നായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.